ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ മോനായുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നിപ്പം നമ്മുടെ ഫാമിലി എല്ലാം വൈകിട്ട് ഒത്തുകൂടുന്നുണ്ട്. അപ്പോൾ 7:30 മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് വെച്ചിരിക്കുന്നത്. ആളെല്ലാം വളരെ ത്രില്ല് മൂഡിലാണ് പോയിരിക്കുന്നത് തന്നെ സ്കൂളിൽ. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ബിരിയാണിയാണ്, പ്രോൺസിൻ്റെ ബിരിയാണി. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം നമുക്ക് ബിരിയാണിയുടെ പരിപാടിയിൽ നമുക്ക് നമ്മുടെ കൊഞ്ച് എല്ലാം റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്കിത് മസാല എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് ചെയ്യുക. അപ്പം 3.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി. ഓക്കെ. മഞ്ഞപ്പൊടി, എത്ര കിലോ അരിയുടെ ബിരിയാണിയാണോ ചേർക്കുന്നത്? 5 ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞപ്പൊടി. എത്ര കിലോ കൊഞ്ച് മേടിച്ചു നമ്മൾ? 6 കിലോ കൊഞ്ചാണ്. പക്ഷെ കൊഞ്ചെന്ന് പറയുമ്പം 5 കിലോയും തോടായിരുന്നു. 1.5 കിലോ ഉണ്ടെന്ന് തോന്നില്ലേ? 1.5 കിലോ കാണുമായിരിക്കും. അപ്പം അടുത്ത് ഗരം മസാലയാണ്. 2.5 സ്പൂൺ ഒരു മസാല വെച്ച് കൂട്ടി എടുക്കുകയാണ്. ഓക്കെ. ഈ ഒരു ചെറുനാരങ്ങ, എൻ്റെ കുരുവെല്ലാം കളഞ്ഞതാണ്. കുരു കളഞ്ഞെന്നില്ലെന്ന് തോന്നില്ലേ? കൊരട്ടിയതൊക്കെ കളഞ്ഞില്ല, ഇത് കളഞ്ഞു. കൈ വെച്ചൊന്ന് പിഴിഞ്ഞ് അവിടെ ഉണ്ടോ? ഒരെണ്ണം മതിയോ? ഒരമുറയും കൂടെ നീര് കുറവ്. പച്ച നാരങ്ങ വഴുത്തിട്ടില്ല. ഓക്കെ. ഇനി ഇഞ്ചി പേസ്റ്റ് ചെയ്തത് ഒരു 1.5-2 സ്പൂൺ ഇട്ടിരിക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 2 ടീസ്പൂൺ. ഓക്കെ. ഉപ്പ് ഉണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇതിന് മസാല കൂട്ടുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി ചേർക്കത്തില്ലല്ലോ? ഓക്കെ. ഇനി നമുക്കതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ജോബി പണി കഴിഞ്ഞ് നേരെ എത്തിയിരിക്കുകയാണ്. മോനായി വരുന്നതിന് 4 മണിക്ക് വരുന്നതിന് ജോലി കഴിഞ്ഞ് വരുന്നില്ലയോ? ഒരു കാര്യമില്ല. സൂപ്പർ ആയിട്ടുണ്ട്. എന്തുവാ പൈസ? ഞാൻ വിചാരിച്ചു നിന്റെ വകയായിട്ട് മോനായിക്കുന്ന ഡെക്കറേഷൻ എല്ലാം നടത്തുമെന്ന് വിചാരിച്ചു. ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം. ഓക്കെ. ഓക്കെ. അപ്പം ഇത് ഒരു 1/2-3/4 മണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ. അപ്പം ഞാനിനി നേരത്തെ പോയിട്ട് ഒരാളും കൂടെ എൻ്റെ കൂടില്ലായിരുന്നു. അപ്പം ജോലിക്കായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം ജോലിയില്ല. അപ്പം വിജോ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് റെസ്റ്റിലിരിക്കട്ടെ 3/4 മണിക്കൂർ. അപ്പം ഞാൻ പോയി കേക്കും മേടിച്ച് സൈക്കിളും മേടിച്ച് വരാം. അപ്പോഴത്തെ ജോബി
അവൻ വരുന്നതിന് മുമ്പേ അവനെ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി മേളിലെല്ലാം സജ്ജീകരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളപ്പം കുട്ടി എത്താറായി, മയിലക്കാട് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവൻ മനാറായി കാണും. അവൻ 4 മണിയാകുമ്പോഴത്തെ മോനായി എത്തും. എന്തായാലും അവൻ കാണാതെ അപ്പുറത്തെങ്ങാനും കൊണ്ട് ഒളിച്ചു വെക്കാം. അപ്പോൾ ഞാനും വിജോയും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വിജോയെ അറിയാമല്ലോ, വിജോ നമ്മുടെ ഗോവയിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പരിചയപ്പെട്ട് കാണും, പക്ഷെ പിന്നീട് അങ്ങോട്ടൊരു വീഡിയോയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ലീവിലാണ്, ഇനി ഒരു 3-4 ദിവസത്തോടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിൾ കടയൊന്ന് തപ്പി പിടിക്കാം. ഓക്കെ, കുറേ നാളത്തിന് ശേഷം എൻ്റെ ഫാമിലി ആയിട്ടുള്ള എത്ര മാസമായി? ഒരു 7 മാസമായി. ഇടയ്ക്ക് വെച്ച് നമ്മൾ 2-3 വട്ടം ബോംബെ പോകുന്ന വഴിക്ക് ട്രെയിനിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ബോംബെയിൽ പോയായിരുന്നു. ഒന്ന് ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മൾ കുറച്ച് നേരം മീറ്റ് ചെയ്തു. മോനായുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു സൈക്കിൾ തപ്പി ഇറങ്ങിയ. സൈക്കിളിൻ്റെ എവിടെയാണെന്ന് അറിയാം എനിക്ക് ഇവിടെ പിടുത്തമില്ല, എല്ലാം പൊളിച്ച് ഇത് ഹൈവേയുടെ ഇത് കൂട്ടുന്നോണ്ടെല്ലാം പൊളിച്ചൊക്കെ ഇട്ടിരിക്കുക. അതുകൊണ്ട് എവിടാന്നൊരു പിടുത്തം. നീ ഇപ്പൊ വന്നപ്പോ മനസ്സിലായ സ്ഥലമൊക്കെ കണ്ടിട്ട് എവിടുന്ന് കൊട്ടിയം വലിയ കുഴപ്പമില്ല, പക്ഷെ നമ്മള് ഒരുപാട് മാറി. കാര്യം കൊട്ടിയത് ശരിക്കും പറഞ്ഞാൽ പൊളിച്ചു തുടങ്ങിയിട്ടില്ല, ഒരു സൈഡേ പൊളിച്ചിട്ടുള്ളൂ ഇല്ലേ? ഒരു സൈഡേ പൊളിച്ചിട്ടുള്ളൂ. അവനെ സൈക്കിളും എല്ലാം പറഞ്ഞായിരുന്നോ? സർപ്രൈസ് അവനറിയില്ല. അതിന്റെ ഒരു 2 ജോഡി ഡ്രസ് കൂടെ മേടിക്കുന്നു. മറ്റേ എന്താ സൈക്കിളാ? ഗിയറൊന്നും വേണ്ട, സാധാ സൈക്കിൾ ഒരെണ്ണം. ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അവന്. കേക്ക് ഓർഡർ ചെയ്തായിരുന്നോ? ഓർഡർ ഒന്നും ചെയ്തില്ല. ഇപ്പം പോവുക, കണ്ടുപിടിക്കുക, നല്ല ഒന്നും നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ ബിരിയാണിയുടെ ഇതൊക്കെ എന്താ ബിരിയാണി? ബിരിയാണി ഇന്ന് പ്രോൺസാ. നീ വന്നത് പ്രമാണിച്ച് പ്രോൺസ് ആക്കിയിരിക്കുന്നത്. കൊഞ്ചൊക്കെ മേടിച്ച് അതെല്ലാം പുരട്ടി വെച്ചിട്ടാ വന്നത്. എന്തെങ്കിലുമൊക്കെ ചിക്കൻ നിന്ന് മടുത്താ. ഫിഷോ പ്രോൺസാ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് എന്തായാലും കൊഞ്ചിച്ചിരി ലാഭത്തിൽ കിട്ടി. വില കുറച്ച് ട്രോളിങ് കഴിഞ്ഞല്ലേ. എനിക്ക് തോന്നുന്നു കൊഞ്ചിന്റെ ജാഗ്രത കണ്ടായെന്ന് തോന്നുന്നു. നേരത്തെ 500 രൂപയായിരുന്നു, ഇന്ന് എനിക്കത് 350 രൂപ വെച്ച് KG. 150 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനാണോ ഉണ്ടാക്കുന്നത്? ഓ, വേറെ ഇരിക്കുന്നുണ്ടാക്കാൻ. പിന്നെ എല്ലാരും ഒക്കെ വന്ന അവിടെ ജോബി ജോലി കഴിഞ്ഞ് വന്നിപ്പോ അവനെ പറഞ്ഞ് ഏൽപ്പിച്ചു. അവിടെ മേളിൽ അവൻ വരുന്നതിന് മുമ്പ് മേളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിപ്പോ എനിക്ക് തോന്നുന്നില്ല അതിനു മുമ്പ് തീരുമെന്ന്. കാര്യം അവൻ പണി കഴിഞ്ഞ് വന്നപ്പോ താമസിച്ചു. അതുമല്ല അവന്റെ പണി കഴിഞ്ഞ് വന്ന ഡ്രസ്സില്ല അവന്റെ വീഡിയോ എടുത്തേട്ടാ. അവൻ അന്നേരം മുറിച്ച അയ്യോ അത് കട്ട് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. എല്ലാരും നിന്നെ ഇങ്ങനെ കണ്ടാൽ മതി, കുഴപ്പമൊന്നുമില്ലതാ. പൊതുവെ ജോബി ഒരു നാണം കുണിക്കും കൂടെ കേട്ടാ. ഇപ്പൊ ഇത് മതി അവര്. മറ്റേ ഉണ്ണോണി അങ്ങ് എനിക്ക് തോന്നുന്നു കൊല്ലം പോകുന്ന വഴിക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, ഈ ട്രെൻസിൽ കയറി നമുക്ക് തുണി അങ്ങ് എടുക്കാം. അവിടെ നമ്മൾ ട്രെൻസിലെത്തി. നമുക്കിനി നോക്കാം. കൂടുതലേറെ സമയം ചിലവഴിക്കാൻ പറ്റത്തില്ല. ഈ രഞ്ജുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകൾ ഇവിടെ അങ്ങ് ചിലവഴിച്ചോളും. പിന്നെ ഞാനായത് അതുകൊണ്ടാണ്. അതുമല്ല അവർക്ക് സമയമില്ലായിരുന്നു, അവരെ പിക്ക് ചെയ്യണമായിരുന്നു.
അപ്പം നമ്മുടെ സൈക്കിൾ മേടിപ്പും കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഒരു കേക്ക് കൂടെ മേടിക്കുക, നേരെ വീട് പിടിക്കുക, ബിരിയാണിയുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമ്മുടെ ഞാൻ എല്ലാം പോയി മേടിച്ച് വന്ന് തിരിച്ച് അങ്ങനെ രഞ്ജു ഞാൻ പുരട്ടി വെച്ചിരുന്ന കൊഞ്ച് വറുത്ത് പോരുകയാണ്. ഇതിലൂടെ ആയപ്പോൾ തീർന്നു, ബാക്കി വറുത്ത്. ബർത്ത്ഡേ ബോയ് എന്താ പറയുന്നു? ആകെ അവശതയാണല്ലേ. ട്യൂഷനൊന്നും പോയില്ലല്ലോ, അതിന്റെ ട്യൂഷന് പോയില്ലേ? ട്യൂഷന് പോയപ്പോ ഫ്രണ്ട്സിനൊക്കെ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് വന്നായിരുന്നു. അതിന്റെ സന്തോഷം എല്ലാവരും കൊടുത്തപ്പോൾ എന്താ പറഞ്ഞു? ട്യൂഷൻ ടീച്ചറിനെ കൊടുത്താ? ട്യൂഷൻ ടീച്ചർ ഇല്ലേ? ബർത്ത്ഡേ സ്പെഷ്യൽ ഡാൻസ് ഉണ്ടായിരുന്നില്ല, അതൊന്ന് കാണിച്ചേ. അതൊന്ന് കാണിക്കടേ. അപ്പൊ ഇത്രയൊക്കെ മേടിച്ചു വന്നില്ലേ? അങ്ങനെ സ്പെഷ്യൽ ഡാൻസ് ഒന്നുമില്ല, തോന്നുന്ന സമയം എന്തെങ്കിലും കളിക്കും. അപ്പം നമുക്ക് തുടർന്നുള്ള പരിപാടികൾ നോക്കാം. അപ്പം ഞാൻ പരിപാടി എനിക്ക് കുറച്ചല്ല ഒരുപാട് എളുപ്പമായി കാര്യം. ഒരുമാതിരിയുള്ള എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട ഒന്ന് എടുത്തേ നമ്മളെ ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മേളിൽ ഇടാനുള്ള ബിരിയാണിക്ക് ഇടാനുള്ള ഉള്ളി വറുത്തതുണ്ട്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം ഇതാക്കിയിട്ടുണ്ട്. മുളക്, തക്കാളി എല്ലാം അരിഞ്ഞെല്ലാം സെറ്റാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പം പാചകം ചെയ്താൽ മതി ഇല്ലേ? അപ്പം നമുക്ക് എണ്ണ ചൂടായി. ഇനി നമുക്ക് കാര്യം ചെയ്യാം. ഇഞ്ചി പച്ചക്കറിയൊന്നും മാറി
ഇത് നല്ലോണം